അസമിലെ ദുബ്രിയിൽ ക്ഷേത്രത്തിന് മുന്നിൽ പശുത്തല കണ്ടെത്തിയ സംഭവത്തിൽ 38 പേർ അറസ്റ്റിൽ. മേഖലയിൽ കേന്ദ്ര സേനയെ വിന്യസിച്ചുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. അജീഷ് ജയകുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഈ ബക്രീദ് ആഘോഷത്തിന് പിന്നാലെ ജൂൺ 8-നാണ് ഈ അസമിലെ ദുബ്രിയിലെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ ആദ്യം പശുവിന്റെ തല കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ഈ മേഖലയിൽ വലിയ വർഗീയ സംഘർഷം ഉണ്ടായിരുന്നു. ഇത് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ ആക്രമിക്കുകയും കടകൾക്ക് തീ വയ്ക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് സമുദായ നേതാക്കൾ പിന്നീട് യോഗം ചേർന്ന് ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസം വീണ്ടും ഇതേ സ്ഥലത്ത് വീണ്ടും ഒരു പശുവിന്റെ തല കൂടി കണ്ടെത്തി. തുടർന്ന് പിന്നെയും വർഗീയ സംഘർഷം വഷളാവുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ദുബ്രിയിലെത്തി ഈ പോലീസിനോട് കർശന നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ഈ അക്രമികളെ ആരെങ്കിലും കല്ലെറിയുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നേരെ വെടിവെക്കാൻ വരെ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീട് വീണ്ടും ഈ അവിടെ സ്ഥിതി ശാന്തമാവുകയായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 38 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് 38 പേർ അറസ്റ്റിലായിട്ടുള്ളത്. ഈ ദുബ്രിയെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് ഈ വിഘടനവാദ സംഘടനകൾ അവിടെ നേരത്തെ തന്നെ പോസ്റ്റർ പതിപ്പിച്ചിരുന്നു. അവർ തന്നെയാണ് ഈ പശുവിന്റെ ഈ തല സംഭവത്തിൽ അതിന്റെ പിന്നിലുള്ളതെന്നാണ് സംശയിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്.